പങ്കുവെച്ച് ദൈവസന്നിധിയിരിക്കാൻ കർത്താവിന്റെ കൃപയിൽ ശ്രമപ്പെടും. ഇവിടെ നമുക്കറിയാം ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചൊന്നും ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. 1-ാം വാക്യം താൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. അപ്പൊ തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിശ്ചയമുള്ള ഒരു കാര്യം താൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അല്ലേ? എന്താ നിശ്ചയം? ദൈവത്തെ ഞാൻ ശരണമാക്കിയിരിക്കുന്നു. ദൈവം എന്റെ ജീവിതത്തിന്റെ ശരണമാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവം എന്റെ ജീവിതത്തിന്റെ അഭയമാണ്. ദൈവം എന്റെ ജീവിതത്തിന്റെ ആഗ്രഹമാണ്. ദൈവം എന്റെ ജീവിതത്തിന്റെ രക്ഷാ സ്ഥാനമാണ്. ദൈവത്തിന്റെ സ്വന്തം ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം. നമുക്കറിയാം കോഴി തന്റെ കുഞ്ഞിനെ ഹല്ലേലൂയ ചിറകിന്റെ കീഴിൽ വഹിക്കുന്നു അല്ലേ? ഇതുപോലെയുള്ള ഒരു അനുഭവമാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വന്തം. ദൈവത്തെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശരണമാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ഹല്ലേലൂയ. നമുക്കറിയാം ലോകത്തിൽ അനേക പലതിൽ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിന്റെ ആശ്രയമാക്കുന്നുണ്ട് അല്ലേ? ചിലര് ഹല്ലേലൂയ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നു, ചിലർ ഹല്ലേലൂയ സ്ഥാനമാനങ്ങളിൽ ആശ്രയം വയ്ക്കുന്നു, ചിലർ ഹല്ലേലൂയ രഥങ്ങളില് കുതിരകളില് ഹല്ലേലൂയ അങ്ങനെയുള്ള സൈന്യത്തിൽ ആശ്രയം വയ്ക്കുന്നു, ചിലരൊക്കെ ആയുധങ്ങളിൽ ആശ്രയം വയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം. ചിലർ അധികാരങ്ങളിൽ ഹല്ലേലൂയ അധികാരികളിൽ ആശ്രയം വയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം. ചില ഹല്ലേലൂയ അവരുടെ ലോകത്തിലെ സുഖലോലുപതയ്ക്ക് സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അവരുടെ ജീവിതത്തിനെ ആശ്രയമാക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുക ഹല്ലേലൂയ എന്നെ എന്തോ ചെയ്യണം? കാത്തുകൊള്ളണം. ദൈവത്തിന്റെ സ്വന്തം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ശരണമായിരിക്കുമ്പം ഹല്ലേലൂയ കാക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിന്റെ അല്ലേ? അതുകൊണ്ടല്ലേ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ വശത്ത് 1000 വീഴട്ടെ, നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് എന്തോ ചെയ്യത്തില്ല, അടുത്തു വരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. രാത്രിയിലെ ഭയത്തെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ ഹല്ലേലൂയ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ ഹല്ലേലൂയ ഇതിനെ ഒന്നിനെയും നിനക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? കാക്കാൻ കഴിയുന്ന, പരിപാലിക്കാൻ കഴിയുന്ന, സംരക്ഷിക്കാൻ കഴിയുന്ന, വിടുവിക്കാൻ കഴിയുന്ന അത്യുന്നതനായ ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഇത് വിളിച്ചു പറയാൻ കഴിയട്ടെ, എനിക്ക് ഒരു അഭയസ്ഥാനമുണ്ട്, എനിക്കൊരു ആശ്രയമുണ്ട്, എനിക്കൊരു ശരണമുണ്ട്. ഹല്ലേലൂയ. അത് മറ്റാരുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതെന്റെ ദൈവമാണ്. ഹല്ലേലൂയ. 2-ാം വാക്യത്തിൽ ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തോടൊരു ഏറ്റുപറച്ചിൽ നടത്തുക. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ദൈവത്തോടൊരു ഏറ്റുപറച്ചിൽ നടത്തുക. എന്താ ഏറ്റുപറച്ചിൽ? ഹല്ലേലൂയ. നീ എന്റെ കർത്താവാകുന്നു. ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ പറയാനുള്ള ഒരു കാര്യമായിരുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ പറയണം. പക്ഷെ അന്ന് ഒരു ദിവസം പറഞ്ഞാൽ പോരാ, അവസാനത്തെ ശ്വാസം വരെയും ഹല്ലേലൂയ ദൈവത്തോട് ഏറ്റു പറയാൻ കഴിയണം. ദൈവം നമ്മളെ നോക്കി പലതും ഏറ്റു പറയുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. ദൈവം പറയുന്നു, നീ എന്റെ ജനമാണ്, ഞാൻ നിന്റെ പിതാവ്, നീ എന്റെ പുത്രീപുത്രന്മാരാണ്. ഹല്ലേലൂയ. എന്റെ അവകാശമാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്റേതാണ്. ഇതൊക്കെ ദൈവം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഹല്ലേലൂയ തന്റെ ജനത്തെ നോക്കിയിട്ട് വിളിച്ചു പറയാറുണ്ട്. ദൈവത്തിന്റെ ജനം ഒന്ന് വിളിച്ചു പറയണം, ദൈവമേ നീ എന്റെ ആരാകുന്നു? കർത്താവാകുന്നു. എന്ന് വെച്ചാൽ എന്താ? സ്വത്രം. വെറുതെ കർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും വാഗൊണ്ട് പറയാൻ പറ്റും, നീ എന്റെ കർത്താവെന്ന് പറയാൻ പറ്റും. സ്വത്രം. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 10-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങളിൽ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അല്ലേ?
സ്തോത്രം. അവിടെ രക്ഷ പ്രാപിക്കുവാൻ, രക്ഷിക്കപ്പെടാൻ ഒരു ഏറ്റുപറച്ചിൽ പറയുന്നുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെന്ന് ഏറ്റു പറയുമ്പോൾ അടുത്ത ഭാഗം പറയുന്നു, ഹല്ലേലൂയ, ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് എന്തോ ചെയ്യണം? ഹല്ലേലൂയ, വിശ്വസിക്കണം. സ്തോത്രം. ഇതുപോലെ ഏറ്റുപറച്ചിൽ ഇപ്പൊ നടത്തുക എങ്ങനെയാ? ഹല്ലേലൂയ, ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണം, മുഴുവൻ കർത്തൃത്വം, മുഴുവൻ അധികാരം, ഹല്ലേലൂയ, പൂർണ്ണമായി ഭരണം നടത്താനുള്ള ഹല്ലേലൂയ മുഴുവൻ ഹല്ലേലൂയ അനുഭവങ്ങളും ആർക്ക് വിട്ടുകൊടുക്കുന്നു? ഹല്ലേലൂയ. ബുദ്ധി നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ശരീരം, ജഡം നമ്മെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ്. ഹല്ലേലൂയ, ഇതിനൊക്കെ നമ്മെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, വാസ്തവമായി ദൈവത്തെ ശരണമാക്കിയ ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ നിയന്ത്രണം ഉണ്ടാകേണ്ടത് ഹല്ലേലൂയ ദൈവമായിരിക്കണം. ദൈവം ജീവിതത്തെ നിയന്ത്രിക്കുന്ന, ദൈവം ജീവിതത്തിൽ കർത്തൃത്വം ചെയ്യുന്ന, ദൈവം പൂർണ്ണമായി ഭരിക്കുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവ പൈതലിന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? ദൈവമേ, നീ എന്റെ കർത്താവ്. രാവിലെ എഴുന്നേൽക്കുമ്പോ ഹല്ലേലൂയ എന്താ നമുക്ക് പ്രഖ്യാപനം ചെയ്യാൻ പറ്റുന്നത്? യേശുവേ, നീ എന്റെ കർത്താവ്. ഉച്ചയ്ക്ക് നമുക്ക് എന്താ ഏറ്റുപറയാൻ കഴിയുന്നത്? യേശുവേ, നീ എന്റെ കർത്താവ്. വൈകുന്നേരത്തെ, രാത്രിയിൽ ഹല്ലേലൂയ എല്ലാ നിമിഷവും നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് ഹല്ലേലൂയ ഏറ്റുപറയാൻ കഴിയുന്ന ഏറ്റുപറച്ചിൽ എന്താ? നീ എന്റെ കർത്താവാകുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ കർത്തൃത്വം യേശുവിന് കൊടുത്തോ? അവൻ നമ്മുടെ കർത്താവായി മാറിയോ? അവൻ നമ്മുടെ രാജാവായി മാറിയോ? അവൻ നമ്മുടെ പിതാവായി മാറിയോ? അവൻ തന്നെ നമ്മെ ഭരിക്കുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടല്ലേ റോമാലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുക. ദൈവാത്മാവ് നടത്തണമെങ്കിൽ ഹല്ലേലൂയ ദൈവാത്മാവിന് വിധേയപ്പെടണം. യേശു കർത്തൃത്വം ചെയ്യണമെങ്കിൽ യേശുവിന് കർത്തൃത്വം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? യേശുവിന്റെ കയ്യിൽ കൊടുക്കാനിടയാകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശു കർത്തൃത്വം ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റു പറയാൻ കഴിഞ്ഞാൽ, അടുത്ത വാക്യം പറയുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയിൽ. യേശു കർത്തൃത്വം ഏറ്റെടുത്ത വ്യക്തിക്ക് മാത്രമുള്ളൊരു പ്രത്യേകത എന്താണ്? അവര് പറയും, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ഉള്ളതെല്ലാം ആരുടെ വകയാണെന്നറിയാമോ? ദൈവത്തിന്റെ വകയാ, എന്റേതൊന്നും അല്ല. ചില പുള്ളികൾ പറയാറില്ല, എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാ, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ നേടിയതാ, ഹല്ലേലൂയ, എന്റെ ഹല്ലേലൂയ അധ്വാനം കൊണ്ട് നേടിയതാ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പുള്ളികളൊക്കെ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. ചക്രവർത്തിമാർ പോലും ഹല്ലേലൂയ ഇങ്ങനെയുള്ളവർ പരാജയപ്പെടാനിടയായി ഇല്ലേ? നെബൂഖദ്നേസർ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്റെ ഹല്ലേലൂയ കരം കൊണ്ട് പണിത മഹദിയാം ബാബിലോൺ അല്ലയോ ഇത്? മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പം ഹല്ലേലൂയ വചനം പറയുന്നു, ദൈവം അവനെ എന്തോ ചെയ്തു? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കാളയെ പോലെ ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്തു? പുല്ലു തീറ്റിക്കാനിടയായെങ്കിൽ ഹെരോദാവ് ഹല്ലേലൂയ സ്തോത്രം ഒരിക്കൽ ഉയർത്താൻ തുടങ്ങിയപ്പം ദൈവം അടിച്ചിട്ട് വചനം പറയുന്നു, അവൻ കൃമിക്ക് ഇരയായിട്ട് പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഭക്തനായി യാക്കോബ് ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ നന്മകളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലൂടെ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 10-ാം വാക്യം, സ്തോത്രം, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും
ഞാൻ അപാത്രമത്രേ, ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ എന്തായി രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാപിച്ച ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സകല അനുഭവങ്ങൾക്കും ഞാൻ അപാത്രമാണ്, ഞാൻ യോഗ്യതയുള്ളവനല്ല, ഞാൻ യോഗ്യതയുള്ളവളല്ല. ഇതെല്ലാം എന്റെ ദൈവത്തിന്റെ ദാനമാ. ദൈവത്തിന് സ്തോത്രം. നാം ഹല്ലേലൂയ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദിനവൃത്താന്തം 29-ന്റെ 14-ാം വാക്യം. അവിടെ ദാവീദ് പറയുന്നു, സ്തോത്രം, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാ, എന്റെ ജനവും എന്നുള്ളൂ, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഹല്ലേലൂയ. ദാവീദിന് പറയാൻ പറ്റിയത് അതാണ്. ദൈവമേ ഹല്ലേലൂയ, എന്റേതായിട്ടൊന്നുമില്ല, നിന്റെ പക്കൽ നിന്ന് വാങ്ങി ഹല്ലേലൂയ അത് നിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭക്തന്മാരുടെ എല്ലാം ജീവിതത്തിൽ ഇവിടെ ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സകലവും അവങ്കൽ നിന്നും ഹല്ലേലൂയ അവനാലും അവങ്കലേക്കുമാകുന്നു. എന്ന് വെച്ചാ അവനെ കൂടാതെ ഒന്നും എന്റെ ജീവിതത്തിലില്ല. ദൈവത്തെ കൂടാതെ ജീവിതത്തിന് അർത്ഥമില്ല, സന്തോഷമില്ല, വിലയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ ഫിലിപ്പി ലേഖനത്തിൽ താൻ പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിന്റെ വക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം ജീവിതത്തിന്റെ കർത്താവാണെങ്കിൽ അവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യം എന്താ? എല്ലാം ദൈവത്തിന്റെ ദാനമാ. എന്റേതൊന്നുമില്ല. ഹല്ലേലൂയ. എന്റേതൊന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വെക്കാനൊന്നുമില്ല, എന്റേതൊന്നും പറഞ്ഞുകൊണ്ട് പ്രശംസിപ്പാനൊന്നുമില്ല, എന്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സന്തോഷിക്കാനൊന്നുമില്ല. അതെല്ലാം ആരുടെ വകയാണ്? ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരോഗ്യം നമ്മുടെ ബലവും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഇതെല്ലാം നമുക്ക് ഓരോ നിമിഷവും വിളിച്ചു പറയാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഇതെല്ലാം എന്റെ ദൈവത്തിന്റെ വകയാണ്. അപ്പൊ ദൈവത്തെ ശരണമാക്കുന്ന, ദൈവം ജീവിതത്തിന്റെ കർത്താവെന്ന് എപ്പോഴും ഏറ്റുപറയാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവർക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഏത് കാര്യവും ആരെ കുറിച്ചാ പറയാനുള്ളത്? ദൈവത്തെ കുറിച്ചാ പറയാനുള്ളത്. അർഹിക്കാത്ത നന്മകൾ, അർഹിക്കാത്ത ദാനങ്ങൾ, അർഹിക്കാത്ത വിടുതലുകൾ, അർഹിക്കാത്ത പദവികൾ, അർഹിക്കാത്ത ഉയർച്ചകൾ, ഇതെല്ലാം തന്ന് ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ നടത്തും. മഹത്വം കൊടുക്കാൻ, നന്ദി കൊടുക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യോഗ്യത നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവം കർത്താവെന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞു, നന്മകളെല്ലാം ദൈവത്തിൻ്റെതാണ്, ദാനങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ്. കർത്തൃത്വം ദൈവത്തിന് കൊടുത്ത ഒരു ദൈവവൈതലിന് എല്ലാറ്റിനും പറയാനുള്ളത് ഹല്ലേലൂയ, ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവമാണ് എന്നെ നിർത്തിയത്, ദൈവമാണ് എന്നെ കാത്തത്, ദൈവമാണ് എന്നെ പരിപാലിച്ചത്. ഏത് കാര്യം പറയാനോ ആരെക്കുറിച്ചേ ഉള്ളൂ? ആരെക്കുറിച്ചേ ഉള്ളൂ? ദൈവത്തെ കുറിച്ചേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അത് ഏറ്റു പറയാൻ കഴിയുന്ന അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തത് അതിന് 5-ാം വാക്യം പറയുന്നു, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് ആരാ?
എന്ന് വെച്ചാൽ എന്റെ ഓഹരി, എന്റെ അവകാശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെല്ലാം എന്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്തൃത്വം ദൈവത്തിന് കൊടുത്ത ദൈവപൈതലിന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എനിക്ക് അവകാശം തരുന്ന ഒരു ദൈവമാണ്, എനിക്ക് ഓഹരി തരുന്ന ഒരു ദൈവമാണ്, എനിക്ക് നന്മ തരുന്ന ഒരു ദൈവമാണ്, എനിക്ക് വിടുതൽ തരുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. ദൈവത്തിന് സ്വന്തം. ആറാം വാക്യം പറയുന്നു, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലിന് എന്തോ ഉണ്ട്. ദൈവമാണ് ശരണമെങ്കിൽ, ദൈവമാണ് കർത്തൃത്വം ചെയ്യുന്നതെങ്കിൽ, ദൈവത്തോട് നീ എന്റെ കർത്താവാണെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ അവർക്ക് അവകാശം തരുന്നത്, അവർക്ക് സ്തോത്രം ഓഹരി തരുന്നത്, അവർക്ക് നന്മ തരുന്നത് ആരാണ്? അതുകൊണ്ടല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ, ഹല്ലേലൂയ, ബാലസിംഹങ്ങൾക്കൊക്കെ ഇരയിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്ന ഹല്ലേലൂയ തന്റെ ഭക്തന്മാർക്ക് ഒന്നിനും കുറവ് വരുത്തത്തില്ല. നേരജവേ ദൈവത്തെ സേവിക്കുന്ന തന്റെ ജനത്തെ എന്നും പുലർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നും കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് സ്തോത്രം. ഒരു മനോഹര ദേശത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അക്ഷരിക കനാൻ ഹല്ലേലൂയ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞ ആ ദേശം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ സ്തോത്രം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. പിതാക്കന്മാരുടെ എല്ലാ ജീവിതത്തിലും ഉണ്ടായിരുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. എന്താ കാഴ്ചപ്പാട്? സ്തോത്രം. ഇബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അതിന്റെ 12:28 വായിച്ചേ. ഇളകാത്ത രാജ്യം അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇബ്രായർ 12:28. അത് കഴിഞ്ഞ് 11:10-11 വായിക്കും. 12:28 വായിക്കുന്നു, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ പിതാക്കന്മാരുടെ അനുഭവത്തെ കുറിച്ച് വായിക്കുന്നത് 10-ാം വാക്യം. അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അതിന്റെ 13-ാം വാക്യം പറയുന്നു, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഹല്ലേലൂയ. ഇവിടെ ദാവീദും വിളിച്ചു പറയുന്നു, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ജീവിതത്തിന്റെ കർത്താവായി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇവിടുത്തെ ഹല്ലേലൂയ രാജ്യവും ഇവിടുത്തെ ദേശവും ഇവിടുത്തെ സമൃദ്ധിയും മാത്രമല്ല അവരുടെ കാഴ്ചപ്പാട്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അവരുടെ കാഴ്ചപ്പാട് ഏതിനെ കുറിച്ചുള്ളതാ? മുകളിലത്തെ ദേശത്തെ കുറിച്ചുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മനോഹര ദേശത്തെ കുറിച്ചുള്ളതാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഹല്ലേലൂയ ആ കർത്തൃത്വം കൊടുത്ത് ആ കർത്താവായി മാറിയ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുള്ള കാഴ്ചപ്പാട് ഏതായിരിക്കണം? സ്തോത്രം. നിങ്ങൾ കൂടെ വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എന്താ? ഉയരത്തിലെ ദേശത്തെ കുറിച്ച്, വാഗ്ദത്ത ദേശത്തെ കുറിച്ച്, മനോഹര ദേശത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. വായിച്ചു കേട്ടല്ലോ, പിതാക്കന്മാർ എന്തോ ചെയ്തവർ ദൂരത്ത് നിന്നുകൊണ്ട് അത് കണ്ടു, കണ്ട് അഭിവന്ദനം പറഞ്ഞു. അവൾ ആൾക്കാർ തമ്മിൽ കണ്ട് കൈകളെടുത്ത് പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് പോലെ
അവരാ വാഗ്ദത്ത ദേശം ദൂരത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്തു? കണ്ടോണ്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാ, ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാ, ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഇത് പറയാൻ കഴിയട്ടെ. ആ സ്വർഗീയ ദേശത്തെ കണ്ടുകൊണ്ട്, സ്വർഗ രാജ്യത്തെ കണ്ടുകൊണ്ട്, ദൈവരാജ്യത്തിന്റെ തേജസ്സും മഹത്വം കണ്ടോണ്ട് ആത്മാവിൽ നമുക്ക് ദൈവസന്നിധി പ്രതികരിക്കാൻ കഴിയട്ടെ. ആ വാഗ്ദത്ത ദേശം എനിക്കുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എന്ത് ചെയ്യണം? എനിക്കൊന്ന് പ്രാപിക്കണം. കാരണം ആ പുനരുത്ഥാനം ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം, ഹല്ലേലൂയ, 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 ഞാൻ കണ്ട ആ ദേശം എന്ത് ചെയ്യേണ്ടത്? ആ രാജ്യം, ആ അവകാശം എനിക്ക് സ്വന്തമായി അനുഭവിക്കേണ്ടത്. അതുകൊണ്ടല്ലേ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, ഹല്ലേലൂയ, അപ്പോഴെന്ത് ചെയ്യാമോ? മുഖാമുഖമായി കാണും. മനോഹര ദേശത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുവാനിടയാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് 90 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എന്താ? ഹല്ലേലൂയ. ജ്ഞാനമുള്ള ഹൃദയം വേണം. എന്തിനാ? സ്തോത്രം, സ്തോത്രം. നാളുകളെ തിരിച്ചറിയാൻ, നാളുകളെ എണ്ണാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മനോഹര ദേശത്തിന്റെ ദർശനം നമ്മുടെ അകത്ത് ശക്തമായി ആവരിക്കപ്പെടാനിടയാകണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നല്ലോ, ഹല്ലേലൂയ, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ എന്തോ ചെയ്യും? വാഴ്ത്താനിടയാകും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അല്ലെങ്കിൽ മനോഹര ദേശത്തെ കുറിച്ച് കാഴ്ചപ്പാട് കിട്ടിയ, അതിന്റെ ബുദ്ധി ഉപദേശം കിട്ടിയ, ഹല്ലേലൂയ, ദൈവത്താൽ ആ ബുദ്ധി ഉപദേശം പ്രാപിച്ച, ആ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ച ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം എന്താ? ബുദ്ധി ഉപദേശം. ഹല്ലേലൂയ, ഈ രാത്രി സമയത്തും ഹല്ലേലൂയ ഏത് കാലഘട്ടങ്ങളിലും അന്തരംഗത്തിൽ ഉപദേശം എന്താ? പിന്നെ നീ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നന്നായി ജീവിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങണം. വെറുതെ പ്രാപിക്കാൻ പറ്റുന്നതല്ല ആ മനോഹര ദേശം. അല്ലേ? അല്ലേ? വിലയുള്ളത് പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കണം. ഇതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഒരു കല്യാണത്തിന് പോകുന്നത് പോലെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിരുന്നിന് പോകുന്നത് പോലെയുള്ള ഒരുക്കമൊന്നും പോരാ. അല്ലെങ്കിൽ മനോഹര ദേശത്ത് പോകണമെങ്കിൽ, അത് പോകണമെങ്കിൽ അതിനൊരുക്കം വേണം, അത് പ്രാപിക്കണമെങ്കിൽ അതിനൊരുക്കം വേണം, അവിടെ പോയി പാർക്കണമെങ്കിൽ അതിനൊരുക്കം വേണം. ഹല്ലേലൂയ. ഇത് പ്രാപിക്കാൻ തക്കവണ്ണം എപ്പോഴും എന്ത് ചെയ്യണം? അതിനു വേണ്ടിയുള്ള ഒരുക്കം. കർത്താവ് പറഞ്ഞില്ലേ, ഹല്ലേലൂയ, ഏത് നിമിഷം കർത്താവ് വരുന്നു എന്ന് അറിയായിക കൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. എപ്പോഴും അതിനു വേണ്ടി അന്തരാത്മാവ് ഒരു ഒരുക്കം വേണം. അതിനുവേണ്ടി ഒരു ഒരുക്കം, അതിനുവേണ്ടി ഒരു വാഞ്ച, അതിനുവേണ്ടി ഒരു ക്രമീകരണം വേണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് അതുകൊണ്ടല്ലേ 63-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 5-6 വാക്യം വായിച്ചേ. അവിടെ പറയുന്ന, എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും
മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കിടക്കുമ്പോഴും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു ഹല്ലേലൂയ, എന്തോ ചെയ്യുക? എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തെ ധ്യാനിക്കുക, ഈ മനോഹര ദേശത്തെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കിടക്കുമ്പോ ഹല്ലേലൂയ, എനിക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, എന്റെ പ്രാണന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ധ്യാനിക്കുമ്പോൾ മാത്രമേ, ദൈവവുമായിട്ടുള്ള സംസർഗം ആസ്വദിക്കുമ്പോൾ മാത്രമേ പ്രാണന ബലം കിട്ടൂ. അല്ലേ? ശരീരത്തിന് ബലത്തിന് നമ്മൾ എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. ഹല്ലേലൂയ, എല്ലാ ദിവസവും ഹല്ലേലൂയ വെള്ളം കുടിക്കാറുണ്ട്. ഹല്ലേലൂയ, ശരീരത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളതിനെ പോറ്റി പുലർത്തി, അല്ലെങ്കിൽ ഹല്ലേലൂയ അതിനെ ബലപ്പെടുത്തി നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പം തന്നെ ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുപക്ഷെ അത് നമ്മുടെ ശരീരത്തിന് തന്നെ പിന്നത്തേതിൽ എന്തായി മാറാം? ഹല്ലേലൂയ, കേടായി മാറാം. അല്ലേ? എന്നാൽ അതിനെക്കാട്ടിൽ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമാണ്, അതിനേക്കാൾ പ്രാധാന്യമുള്ള വിഷയമാണ് ഏത്? പ്രാണന് വേണ്ടിയുള്ളത്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നല്ലോ, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അല്ലേ? ഒരു താഴ്വരെ കൂടി നടന്നാലും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഭയപ്പെടത്തില്ല. കാരണം നീ എന്റെ കൂടെ ഉണ്ട്. എന്റെ പ്രാണന് നല്ല ബലവാ, പ്രാണന് നല്ല ആരോഗ്യമാ. എന്റെ അകത്ത മനുഷ്യൻ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ അത് ശക്തിയോടെ എന്ത് ചെയ്തിരിക്കുക? ബലപ്പെട്ടിരിക്കുക. എന്റെ പുറമെയുള്ള മനുഷ്യൻ ഇച്ചിരി ക്ഷീണിച്ചെന്ന് തോന്നിയാലും, ഇച്ചിരി ബലഹീനമാണെന്ന് തോന്നിയാലും, അല്ലെങ്കിൽ ഇച്ചിരി ആരോഗ്യക്കുറവുണ്ടെന്ന് തോന്നിയാലും, എന്റെ അകത്ത മനുഷ്യൻ എങ്ങനെ നമ്മളെങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ പുറത്തെ മനുഷ്യനാണ് ഇപ്പൊ ആരോഗ്യം കൂടുതൽ, അകത്ത മനുഷ്യനാണ്. ഈ അന്ത്യകാലത്ത് ഹല്ലേലൂയ, നമ്മുടെ അകത്ത മനുഷ്യൻ എന്തോ വർദ്ധിക്കണം? ബലം വർദ്ധിക്കണം, ആരോഗ്യം വർദ്ധിക്കണം. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ എന്തോ ഉണ്ട്? സിയോനിലേക്കുള്ള വഴിയുണ്ട്, ഹല്ലേലൂയ, പെരുവഴിയുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മെ ഒന്നുകൂടെ നേൽപ്പിക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല. മനോഹര ദേശത്തെ കുറിച്ച് ദർശനം കിട്ടിയ ദൈവ പൈതലിന്റെ അന്തരംഗത്തിൽ രാത്രിയുടെ യാമങ്ങളിലും ദൈവത്തിന്റെ ഒരു ഉപദേശമുണ്ട്, ദൈവത്തിന്റെ ഒരു ആലോചനയുണ്ട്, ദൈവത്തിന്റെ ഹല്ലേലൂയ 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 ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ ഇടപെടലുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിക്കുവാനിടയാകട്ടെ. സ്തോത്രം. ഇത്തിരി ഞാൻ വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ, അതിന്റെ 8-ാം വാക്യം പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ യഹോവയെ എപ്പോഴും എവിടെ വെച്ചിരിക്കുക? എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ എന്തോ ചെയ്യത്തില്ല, കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. ശരണമാക്കിയ ദാവീദ്, ദൈവത്തെ ഏറ്റുപറഞ്ഞ ദാവീദ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, തന്റെ ജീവിതത്തിൽ മനോഹര ദേശത്തെ കുറിച്ച് കാഴ്ചപ്പാട് കിട്ടിയ ദാവീദ്, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എവിടെ വെച്ചിരിക്കുക? എന്റെ മുമ്പിൽ വെച്ചിരിക്കുക, എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിരിക്കുക. പുസ്തകപ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 25 എന്നുള്ള വാക്യം വായിച്ചേ. 2-ാം അധ്യായത്തിന്റെ 25 മുതൽ. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുലുങ്ങി പോകത്തില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു. സ്തോത്രം. കുലുങ്ങത്തില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം എന്ത് ചെയ്യും? സന്തോഷിക്കും. എന്റെ നാവ് ആനന്ദിച്ചു. എന്റെ നാവ് ആനന്ദിച്ച് എന്റെ ജഡവും
എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും വിടുവിക്കുക. സ്വത്രം പാതാളത്തിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വത്രം വിടുവിക്കയില്ല. നിന്റെ പാതാളത്തിൽ വിടുകയില്ല. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാണനെ പാതാളത്തിൽ വിടാതെ ഹല്ലേലൂയ വിടുവിക്കുന്ന ആ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ ദൈവത്തെ വെച്ചിരിക്കുന്നു. അതിനാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ ദൈവത്തിന്റെ സ്തോത്രം 15-ാമത്തെ വാക്യം അവിടെ പറയുന്നു, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഹല്ലേലൂയ. മുഖം, കർത്താവിന്റെ മുഖം കാണുകയാണ്. മത്തായി സുവിശേഷം വായിക്കുന്ന ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ആരെ കാണും? ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിനെ കാണുന്ന അവസ്ഥ. ഇബ്രായലേഖനം നമ്മൾ വായിക്കുന്നു 3-ാം അധ്യായത്തിൽ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എങ്ങനെ ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. വളരെ സൂക്ഷ്മതയോടെ നോക്കണം. ഹല്ലേലൂയ. ഇബ്രായലേഖനം 12:2 നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്ന യേശുവിനെ നോക്കുക. നമ്മുടെ കണ്ണ് എപ്പോഴും ആരിലേക്കാകണം? ദൈവത്തിലേക്കാകണം. സംഘത്തിനൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് നിങ്കലേക്ക് ഉയർത്തുന്നു, എൻ്റെ മനസ്സ് നിങ്കലേക്ക് ഉയർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിക്കപ്പെടാൻ ഇടയാകട്ടെ. 63-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യമുണ്ടല്ലോ, 2-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. എന്തോ കാണേണ്ടതിനാ? ദൈവത്തിന്റെ ബലം കാണാൻ, ദൈവത്തിന്റെ മഹത്വം കാണാൻ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തെ നോക്കിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഇത് പറയാൻ കഴിയട്ടെ. ഹല്ലേലൂയ. എപ്പോഴും എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ ദൈവത്തെ വെച്ചിരിക്കുന്നു, യഹോവയെ വെച്ചിരിക്കുന്നു, യേശുവിനെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ നീന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. കുലുക്കാതെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ നടത്തുന്ന ഒരു ദൈവം, കുലുങ്ങിപ്പോകാതെ നിർത്തുന്ന ഒരു ദൈവം. സ്തോത്രം. 27-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാഗ്രഹിക്കുന്നു. എന്താ? യഹോവയുടെ മനോഹരത്വം എനിക്ക് കാണണം, അവന്റെ മന്ദിരത്തിൽ എനിക്ക് ഹല്ലേലൂയ ധ്യാനിക്കണം. എൻ്റെ ആയുഷ്കാലം മുഴുവനും ഹല്ലേലൂയ അവന്റെ ആലയത്തിൽ എനിക്ക് പാർക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം അങ്ങനെ ആയിത്തീരട്ടെ. അങ്ങനെ ആയാൽ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 11-ാം വാക്യം പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് എന്തോ ചെയ്യും? കാണിച്ചു തരും. അപ്പൊ ദൈവം എപ്പോഴും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ എന്താ പ്രത്യേകത? ജീവന്റെ വഴി കാണിക്കുന്ന ദൈവമാണ്, നിത്യജീവന്റെ വഴി കാണിക്കുന്ന ദൈവമാണ്. ഇതിലേക്കൂടെ പോകണം, ഇതിലേക്കൂടെ പോകരുത്, ഇങ്ങോട്ട് അല്ലെങ്കിൽ പോകരുത്, ഇങ്ങോട്ട് പോക. ഹല്ലേലൂയ. ഇന്നത് പറയരുത്, ഇന്നത് പറയരുത്. ഓരോ നിമിഷവും വഴി കാണിച്ച. ഇപ്പൊ ടൂറിനൊക്കെ പോകുമ്പോ ഹല്ലേലൂയ ചില സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ഓരോന്ന് കാണിച്ചു തരാനും പരിചയപ്പെടുത്താനും ഒക്കെ ഗൈഡുകളുണ്ട് അല്ലേ? ഹല്ലേലൂയ. ഇതുപോലെ ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ പോകേണ്ടുന്ന, നമ്മൾ യാത്ര ചെയ്യേണ്ട, നമ്മൾ നിവർത്തിക്കേണ്ട കാര്യം കാണിച്ചു തന്ന്, വഴി പറഞ്ഞു തന്ന് നമ്മെ നടത്തുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. അനേകർക്ക് ഹല്ലേലൂയ അവരുടേതായ സ്വന്തം വഴികളുള്ളത് കൊണ്ട് പലപ്പോഴും
ആരെ മുമ്പിൽ വെക്കാൻ പറ്റുന്നില്ല? കർത്താവിനെ കണ്ണിന് മുമ്പിൽ വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവർക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വഴി അറിയാനും പറ്റുന്നില്ല, ആ വഴിയിൽ പോകാനും പറ്റുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വഴി കാണിക്കുന്ന ഒരു ദൈവം മാത്രമല്ല, നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഈ ദൈവം വഴി ഒരുക്കുന്നവനാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചെങ്കടലിൽ പാത ഒരുക്കി കൊടുത്തില്ലേ? അല്ല, വഴി ഇല്ലാത്ത ഇടത്ത് എന്ത് ചെയ്തു? തന്റെ ജനത്തിന് വേണ്ടി അപ്പം വഴി കാണിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, എത്ര വഴിയില്ലാത്ത ഇടത്തും ഹല്ലേലൂയ ചെങ്കടലിനകത്തും അവൻ വഴി ഒരുക്കി ഹല്ലേലൂയ സഹായിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ചിന്തിക്കാത്ത ഇടത്തും അവൻ വഴി തുറക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുമാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, അവൻ ശത്രുവിനെ തകർത്തു കളയുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ നിമിഷവും മുറുകെ പിടിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മുമ്പിൽ വരുന്ന ശത്രു ആണെങ്കിലും, ഇനി പുറകിൽ വരുന്ന ശത്രു ആണെങ്കിലും, ഇനിയും നേർക്കുനേരെ വരുന്ന ശത്രു ആണെങ്കിലും അതിനെ തകർത്ത് ജയം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവം. അതുകൊണ്ടല്ലേ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവേ നീ എനിക്ക് ചുറ്റും ആരാ? പരിചയ, എന്റെ തല ഉയർത്തുന്നവനാ, എന്റെ മഹത്വമായ ദൈവമാ എന്ന് വെച്ച ഹല്ലേലൂയ. സാധാരണ ഒരു പടയാളിക്ക് മുമ്പിൽ മാത്രമേ ഉള്ള ആയുധം അല്ലേ? സ്വത്രം. ഗോലിയാത്തിന്റെ തലയിൽ ആയുധം ഉണ്ടായിരുന്നു, കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പരിച പിടിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാലിൽ ആയുധമുണ്ട്, അവന്റെ നെറ്റിത്തടത്തിനകത്ത് ആയുധമില്ല, സംരക്ഷണ കവചം ഇല്ല. ഹല്ലേലൂയ. ബാലന്റെ ദാവീദിന്റെ കയ്യിൽ ഹല്ലേലൂയ സ്തോത്രം അഭിഷേകത്തിനും നിയോഗത്തോടെയുള്ള കല്ല് കെട്ടിയപ്പം ഹല്ലേലൂയ സ്തോത്രം ആ കൃത്യസ്ഥാനത്ത് ചെന്ന് കൊള്ളാനിടയായി അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദൈവ വൈതല്യം ദൈവം കണ്ണിന്റെ മുമ്പിലാണെങ്കിലും, ഇനി മുമ്പിൽ കൂടെ ശത്രു വന്നാലും, വശത്തൂടെ ശത്രു വന്നാലും, പുറകിൽ കൂടെ ശത്രു വന്നാലും ഹല്ലേലൂയ ദൈവമാണ് സംരക്ഷകൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കപ്പെടാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കുലുങ്ങാതെ അതുകൊണ്ട് ദൈവം നമ്മെ നിർത്താൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് 9-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് എന്തോ ചെയ്യും? ആനന്ദിക്കാനിടയാകും. ഹല്ലേലൂയ. എന്റെ ജഡവും നിർഭയമായി വസിക്കാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. നിന്റെ വലത്ത് ഭാഗത്ത് എന്തോ ഉണ്ട്? എന്നും പ്രമോദമുണ്ട്, എന്നും പ്രമോദം. ഇളകി മറിയുന്ന ഹല്ലേലൂയ കടൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിന്റെ നടുവിലും ശാന്തത വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ നടുവിൽ സന്തോഷം പകരുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനക്കാരന്റെ ഭാഷയെ പറഞ്ഞ ധാന്യവും ഇതും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ഇവിടെ പറയുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. നിന്റെ വലത്ത് ഭാഗത്ത് എന്തുണ്ട്? എന്നും പ്രമോദമുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ദാവീദിന്റെ അനുഭവങ്ങൾ ഹല്ലേലൂയ അതിനോട് ചേർന്ന് നമ്മോട് ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വാസ്തവമായിട്ട് ദൈവത്തെ ശരണമാക്കിയിട്ടുണ്ട്, ദൈവത്തെ മാത്രം എൻ്റെ ജീവിതത്തിന്റെ ആശ്രയമായി, ദൈവം മാത്രം എൻ്റെ ജീവിതത്തിന്റെ അഭയമായി എൻ്റെ ജീവിതത്തിലായി തീർന്നിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ മാത്രമാണോ എൻ്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ എല്ലാമായിരിക്കുന്നത്? നമുക്കിന്ന് പകലൊന്ന് പരിശോധിക്കപ്പെടാനിടയാകട്ടെ. എൻ്റെ ആഗ്രഹം, എൻ്റെ അഭയസ്ഥാനം, എൻ്റെ രക്ഷ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഏറ്റു പറയാൻ പറ്റുന്നുണ്ടോ? യഹോവേ നീ എൻ്റെ ദൈവം, യേശുവേ നീ എൻ്റെ ദൈവമാണ്. അത് ഹല്ലേലൂയ നടക്കുമ്പോൾ പറയണം, ഇരിക്കുമ്പോൾ പറയണം, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയണം, കർത്താവിന്റെ മുഖത്ത് നോക്കി പറയണം, നീ എൻ്റെ കർത്താവ്, നീ എൻ്റെ ദൈവം, യേശുവേ നീ എൻ്റെ ദൈവം, യേശുവേ നീ എൻ്റെ ദൈവമാ. ദൈവത്തിന് സ്തോത്രം. നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ
ഹല്ലേലൂയ, അവർക്കൊരു ഓഹരിയുണ്ട്, അവർക്കൊരു അവകാശമുണ്ട്. ആരവകാശം തരാതെ പോയാലും ഹല്ലേലൂയ, നീതിമാന്റെ അവകാശത്തിന്റെ ദുഷ്ടന്റെ ഒരു ചെങ്കോലിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, തക്ക സമയത്ത് തന്നെ നീതി വെളിപ്പെടുത്തി ഹല്ലേലൂയ ദൈവവൈതലിന് ലഭിക്കേണ്ട അവകാശത്തെ, ഓഹരിയെ തന്നനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒരു ദൈവവൈതലിന് മനോഹര ദേശത്തെ കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട്. ഇന്ന് പകൽ എത്രത്തോളം നമുക്ക് ആ കാഴ്ചപ്പാടുണ്ട്. ഹല്ലേലൂയ, ഭക്തന്മാരുടെ ഭക്തകളുടെ എല്ലാം ജീവിതത്തിൽ ആ കാഴ്ചപ്പാട്. ഇവിടുത്തത് അവർ ചെറുതായി കണ്ടു, അവിടുത്തെ വലുതായി കണ്ടു. ഹല്ലേലൂയ, ദൈവരാജ്യം അതിന്റെ അനുഭവങ്ങൾ ശ്രദ്ധമായി കണ്ടു, ഇവിടുത്തെ നിസ്സാരമായി കണ്ടു. അതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഇതെല്ലാം ചപ്പാണ്, ഇതെല്ലാം ചവറാണ്, ഇതെല്ലാം വേസ്റ്റാണ്. ഹല്ലേലൂയ, അവർ ആ മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടാനിടയായി. ഇന്ന് പകൽക്കാലം നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഈ ഭൂമിയിലുള്ളത്, ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം ഏതുമില്ലാത്തതാണ്. ഹല്ലേലൂയ, ഇതിനപ്പുറത്ത് വാഗ്ദത്ത ദേശത്തുള്ളതാണ്, ശ്രേഷ്ഠമായുള്ളത്. അത് ഓരോ ദിവസം നമുക്ക് കാണുവാൻ തക്കവണ്ണം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ. ഹല്ലേലൂയ, അതിനുവേണ്ടി നമ്മുടെ ജീവിതം, നമ്മുടെ ഓട്ടം വിശ്വസ്തയോടെ ഓടുവാൻ തക്കവണ്ണം മനോഹര ദേശത്തെ കുറിച്ച് ഹല്ലേലൂയ കാഴ്ചപ്പാട് കിട്ടിയ ദൈവമല്ല. സ്വത്രം ദൈവത്തിന്റെ ഹല്ലേലൂയ സ്വത്ര ഉപദേശം അവർക്ക് ലഭിക്കുന്നു. എന്താ നടക്കേണ്ടത്? ആ അവകാശം പ്രാപിക്കാൻ, ആ ദേശം പ്രാപിക്കാൻ, ആ ഹല്ലേലൂയ അതിനുള്ള വഴി, ആ ജീവന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വഴി കാണിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അവർക്ക് സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഇന്ന് പകൽക്കാലം അവർ കുലുക്കമില്ല. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അനേകർ കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർ കുലുക്കമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഈ കാലഘട്ടം കൊറോണ എന്ന ഈ വ്യാധി ലോകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം ആയുധങ്ങൾ ഉണ്ടായിരുന്നവർ, സൈന്യം ഉണ്ടായിരുന്നവർ, സമ്പത്തുണ്ടായിരുന്നവരൊക്കെ ഇപ്പം ഹല്ലേലൂയ പരിഭ്രമിക്കുക അല്ലേ? ഒരു ചെറിയ വൈറസിന് മുമ്പിൽ അവർ വിറയ്ക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. ഹല്ലേലൂയ ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് നമുക്കൊരു കാര്യം തിരിച്ചറിയാൻ, നമ്മുടെ അരുമനാഥന്റെ വരവ് വാതിൽക്കലെത്തിയിരിക്കുന്നു. നമുക്ക് വേണ്ടി മനോഹര ദേശം ഒരുക്കിയ കർത്താവ് ആ ദേശത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ, അവൻ ഇരിക്കുന്ന ഇടത്തേക്ക് നമ്മെ കൊണ്ടുപോയി ഇരുത്തുവാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് പ്രത്യാശയുടെ നിറവോടെ, ആത്മസന്തോഷത്തോടെ, ദൈവത്തോടെ മുന്നോട്ട് പോകാം. ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മുടെ മേൽ പകർന്ന കർത്താവ് നമ്മെ മാനിക്കുവാൻ ഇടയാകട്ടെ. കേട്ട വചനം മറന്നു പോകരുത്. നടക്കും